എല്ലാ കൂട്ടുകാർക്കും ചാംസ് ഐഡിയാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പതിവായി ചെയ്യുന്ന ഹ്രസ്വകാല ലാഭത്തിനായി ഇപ്പോൾ എൻട്രി എടുത്തിരിക്കുന്ന 5 മികച്ച സ്റ്റോക്കുകളും ലാഭമെടുത്ത സ്റ്റോക്കുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ചാനലും വീഡിയോകളും സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരു സുഹൃത്ത് APAR ഇൻഡസ്ട്രീസ്, പോളിമെഡിക്യൂർ, BSc തുടങ്ങിയ ഓഹരികളിൽ മികച്ച റിട്ടേൺ ലഭിച്ചു എന്നറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നതിനോടൊപ്പം നമ്മൾ പരിചയപ്പെട്ട ഈ ഓഹരികളുടെ ഇപ്പോഴത്തെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കാം. മാർച്ച് 24 അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ 6207 രൂപയിൽ പരിചയപ്പെടുത്തിയ APAR ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് 11,000 രൂപ വരെ പോയിരുന്നെങ്കിലും ഇപ്പോഴും 62% കൂടുതൽ റിട്ടേണിൽ 10,074 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. മറ്റൊരു സ്റ്റോക്കായ പോളിമെഡിക്യൂറിനെ കുറിച്ച് വളരെ വിശദമായി ചെയ്ത വീഡിയോ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 19 നമ്മൾ അപ്ലോഡ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുഹൂർത്ത വ്യാപാര സമയത്ത് ഈ ഓഹരി 3,358 രൂപയ്ക്കടുത്ത് വരെ കുതിച്ചുയർന്നു. 5 വർഷം കാത്തിരിക്കാമോ എന്ന് തമ്പനെയിലിൽ കാണിച്ച് ചെയ്ത ഈ വീഡിയോയിൽ വെറും 2.5 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 72% പ്രോഫിറ്റ് ലഭിച്ചു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രിയ സുഹൃത്ത് പറഞ്ഞ മൂന്നാമത്തെ ഓഹരിയായ BSc കൂടി പരിശോധിക്കാം. മാർച്ച് 28 അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോയിൽ 2,464 രൂപയ്ക്കടുത്ത് പരിചയപ്പെടുത്തിയ ഈ സ്റ്റോക്ക് 102% കൂടുതൽ റിട്ടേണിൽ 4,990 രൂപ വരെ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോഴും 81% കൂടുതൽ പ്രോഫിറ്റിൽ 4,464 രൂപയ്ക്കടുത്താണ് ഉള്ളത്. തുറന്നു പറയാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് വീഡിയോ ചെയ്തപ്പോൾ പ്രൊമോയസം ആണ്, വില കൂടിയ സ്റ്റോക്കുകൾ കയറില്ല തുടങ്ങി ചില നെഗറ്റീവ് കമൻറ്റുകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ സന്തോഷം തോന്നുന്നു. മാത്രവുമല്ല, സ്റ്റോക്കിൻ്റെ വിലയും റിട്ടേണും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഈ ഉദാഹരണങ്ങൾ. എപ്പോഴും നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ശതമാനത്തിനാണ് വിപണിയിൽ പ്രാധാന്യം എന്നോർക്കുക. ഈ സംശയങ്ങൾ ഒരുപാട് പേർ ചോദിക്കുന്നതിനാലാണ് ഇവിടെ ഉദാഹരണ സഹിതം സൂചിപ്പിച്ചത്. ഓഹരി നിക്ഷേപത്തിൽ എപ്പോഴും വിലകൾക്കല്ല, മറിച്ച് ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോൾ കുറച്ച് ഉയർന്ന മൂല്യത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതിനാൽ പുതുതായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം വിശദമായി പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കുന്നതാവും ഉചിതം. പുതിയ എൻട്രികൾക്കായി ഒരു കറക്ഷൻ വരുന്നതുവരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ ലാഭമെടുത്ത സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് L&T ആണ്. ഒക്ടോബർ 6 അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്ന ഈ സ്റ്റോക്ക് ആദ്യം 3,480 രൂപയിലും പിന്നീട് ഈ കഴിഞ്ഞ ഒക്ടോബർ 28 നമ്മൾ പ്രതീക്ഷിച്ച രണ്ടാമത്തെ ബൈ ലെവലായ 3,263 രൂപ വരെയും എത്തിയിരുന്നു. ഈ തകർച്ചയിൽ 3,280 രൂപയിൽ വീണ്ടും വാങ്ങിയ ഈ സ്റ്റോക്കിൻ്റെ ആവറേജ് ബൈ പ്രൈസ് 3,380 രൂപയാണ്. കഴിഞ്ഞയാഴ്ച പുറത്തു വന്ന മികച്ച ത്രൈമാസ സാമ്പത്തിക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്ക് 3,654 രൂപ വരെ ഉയർന്നിരുന്നു. ഒക്ടോബർ 31 3,650 രൂപയിൽ എക്സിറ്റായ ഈ സ്റ്റോക്ക് 25 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 8% പ്രോഫിറ്റ് തന്നു. രണ്ടാമത്തെ ഓഹരി യൂനോ മിൻ്റെയാണ്. ഒക്ടോബർ 13 അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്ന ഈ സ്റ്റോക്കിൽ ആദ്യം 968 രൂപയിലും പിന്നീട് 910 രൂപയിലും എൻട്രി എടുത്തിരുന്നു. ഈ സ്റ്റോക്ക് മുഹൂർത്ത വ്യാപാര സമയത്ത് 990 രൂപയിൽ എക്സിറ്റ് ആവാനായി. 19 ദിവസം കൊണ്ട് 5.5% പ്രോഫിറ്റാണ് ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത്. മൂന്നാമത്തെ ഓഹരി ഒക്ടോബർ 13 തന്നെ കാണിച്ചിരുന്ന സൊനാറ്റ സോഫ്റ്റ്വെയർ ആണ്. ഒക്ടോബർ 22 583 രൂപയിൽ വാങ്ങിയ ഈ സ്റ്റോക്ക് 9 ദിവസം കൊണ്ട് തന്നെ നവംബർ 1 620 രൂപയിൽ 6.5% ലാഭത്തിൽ വിറ്റൊഴിയാനായി. ഇതോടെ ചാനലിൽ ഹ്രസ്വകാല നിക്ഷേപത്തിനായി കാണിച്ചിരുന്ന ഭൂരിഭാഗം ഓഹരികളും ലാഭത്തിൽ വിറ്റുമാറാനായി. ഇനി നമ്മൾ വീഡിയോകളിൽ കാണിച്ചിരുന്ന ഈസ് മൈ ട്രിപ്പ്, ആർത്തി ഇൻഡസ്ട്രീസ്, LIC തുടങ്ങിയ സ്റ്റോക്കുകൾ രണ്ടാമത്തെ ബൈ ലെവലുകളിൽ എത്തിയിരുന്നു. അതിനാൽ തന്നെ ഇവയുടെ ആവറേജ് ബൈ പ്രൈസ് കുറച്ചു കൊണ്ടുവരാനായതിനാൽ ഇപ്പോൾ ഈ സ്റ്റോക്കുകളും പ്രോഫിറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. എടുത്തിരുന്ന സ്റ്റോക്കുകളിൽ നഷ്ടത്തിലേക്ക് വീണത് ഇൻഡസിൻഡ് ബാങ്ക് മാത്രമാണ്. ഇനി ഈ ആഴ്ചയിൽ എൻട്രി എടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കാം.
ഇതിൽ ആദ്യത്തേത് ഹേവൽസ് ഇന്ത്യയാണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 2106 രൂപയിൽ നിന്നും ഏകദേശം 22% താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു മാസം മുൻപ് ഹ്രസ്വകാലത്തേക്ക് നിക്ഷേപിച്ച് മികച്ച ലാഭം എടുത്തിരുന്ന ഓഹരി കൂടിയാണ് ഹേവൽസ് ഇന്ത്യ. ഈ കഴിഞ്ഞ ത്രൈമാസ ഫലങ്ങൾ വിപണിയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തതാണ് ഈ സ്റ്റോക്കിൽ ഇടിവിന് കാരണമായത്. 1620, 1650 രൂപ റേഞ്ചിൽ ആദ്യ എൻട്രിയും വീണ്ടും താഴുകയാണെങ്കിൽ 1550, 1580 രൂപയിൽ രണ്ടാമതും വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഓഹരി കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 2 തവണ മികച്ച ലാഭമെടുത്ത ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് തന്നെയാണ് വീണ്ടും വാങ്ങിയിരിക്കുന്നത്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 3375 രൂപയിൽ നിന്നും ഏകദേശം 15% കൂടുതൽ താഴ്ന്നാണ് ഇപ്പോൾ ഉള്ളത്. ഈ കമ്പനിയുടെയും റിസൾട്ടുകൾ മാർക്കറ്റ് പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ല. 2825 രൂപയ്ക്കടുത്ത് വാങ്ങിയിരുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴുകയാണെങ്കിൽ 2650, 2700 രൂപ റേഞ്ചിൽ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോക്ക് സാംവർദ്ധന മദേഴ്സൺ ആണ്. ഈ സ്റ്റോക്കിലും മുൻപ് ലാഭം എടുത്തിട്ടുള്ളതാണ്. ആദ്യ എൻട്രിയായി 170, 180 രൂപ റേഞ്ചിൽ വാങ്ങിയിരുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴുകയാണെങ്കിൽ രണ്ടാമത്തെ ബൈ ലെവലായ 150, 160 രൂപയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. Q2 റിസൾട്ട് മോശമാവുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് താഴെ പോവാൻ ഇടയുണ്ട്, തിരിച്ചാണെങ്കിൽ കയറാനും. അതിനാൽ തന്നെ മൊത്തം തുക ഈ സ്റ്റോക്കിൽ ഇതുവരെ നിക്ഷേപിച്ചിട്ടില്ല. നാലാമതായി വാങ്ങിയിരിക്കുന്നത് ടൈറ്റാൻ കമ്പനിയാണ്. ഇപ്പോൾ ഓവർസോൾഡ് സോണിലുള്ള ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് 3245 രൂപയിലാണ് വാങ്ങിയിരിക്കുന്നത്. വീണ്ടും ഇടിയുകയാണെങ്കിൽ 3150, 3200 റേഞ്ചിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അഞ്ചാമത്തെ സ്റ്റോക്ക് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ആണ്. 520 രൂപയിൽ വാങ്ങിയിരിക്കുന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 690 രൂപയിൽ നിന്നും ഏകദേശം 24% താഴ്ന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നവംബർ 6 റിസൾട്ട് വരാനിരിക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും താഴുകയാണെങ്കിൽ 460, 480 റേഞ്ചിലാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഹ്രസ്വകാല നിക്ഷേപത്തിനായി വാങ്ങുന്ന സ്റ്റോക്കുകൾക്ക് ഞങ്ങൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വയ്ക്കാറില്ല. വാങ്ങിയിരിക്കുന്ന സ്റ്റോക്കുകൾ കയ്യിൽ വയ്ക്കുന്ന ദിവസങ്ങൾ കണക്കാക്കി തെറ്റില്ലാത്ത ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയാണ് പതിവ്. സ്റ്റോപ്പ് ലോസ് ഇടാത്തത് എടുക്കുന്നതെല്ലാം നല്ല സ്റ്റോക്കുകൾ ആയതുകൊണ്ട് തന്നെ നഷ്ടത്തിൽ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒരു തരത്തിലുമുള്ള റെക്കമെൻഡേഷനുമല്ല. ഞങ്ങൾ എൻട്രി എടുക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇവിടെ കാണിക്കുന്നു എന്ന് മാത്രം. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം വിശദമായി പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പരാതികൾക്കും ഈ ചാനലിനോ ഇതുമായി ബന്ധപ്പെട്ടവർക്കോ ഒരു ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി അറിയിക്കട്ടെ. മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും മറ്റ് സാമ്പത്തികമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന എല്ലാ പിന്തുണയ്ക്കും സ്നേഹം, നന്ദി.